ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് പാക്കിംഗ് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. ഈ ട്രിപ്പിന് എന്തൊക്കെയോ എടുത്തു വച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പിന് ഞാൻ പൊളിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തും സ്റ്റീം ചെയ്തൊക്കെ എല്ലാം സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ, ഇത് 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുള്ള് സ്റ്റീമിങ്ങും അയണിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതെടുത്ത് പാക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ തവണ കസാക്കിസ്ഥാൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഈ ഒരു പാക്കിംഗ് പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സസൊക്കെ ഇതിനകത്ത് ഭയങ്കര കംഫർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റി. പിന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് എല്ലാം വെക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണ രാഹുൽ പറഞ്ഞു രാഹുലിനും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാഹുലിന് ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൗച്ചിൽ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരെണ്ണം രാഹുലിൻ്റെ ഷർട്ടും ഇതുമെല്ലാം ആയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഈ ഒരു പൗച്ച് എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കുക, തിരിച്ചതുപോലെ വയ്ക്കുക. അപ്പോൾ രാഹുലിൻ്റെ ബാക്കി ബോട്ടം, അതായത് ഷോർട്ട്സും പാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാഹുൽ ഇതേ ഈ ഒരു പൗച്ചിൽ എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ രാഹുൽ വാങ്ങിയപ്പോൾ ഇതിനകത്ത് 7 പൗച്ച് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയ സമയത്ത് 6 ഉണ്ടായിരുന്നുള്ളൂ. രാഹുലിനൊരു സ്ലിപ്പറിൻ്റെ പൗച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് അണ്ടർ ഗാർമെൻസിൻ്റെ ഒരു പൗച്ച് സെറ്റാക്കി വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ടോട്ടൽ 3 പൗച്ചസ് വരും. പിന്നെ ഒരു സ്ലിപ്പർ പൗച്ചും വരും, പിന്നെ ടോയ്ലറ്ററീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് രാഹുലിന് വേറെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇനിയൊരു ബ്രഷ് വരും. പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് വെക്കുവാണ്. പിന്നെ പെർഫ്യൂമുണ്ട്, പിന്നെ എന്താ രാഹുലിൻ്റെ ഹെയർ വാക്സും ഉണ്ട്. ഇനി ഫേസ് വാഷും നാളെ മോർണിംഗ്. ആക്ച്വലി നമുക്ക് ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നല്ല, നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അപ്പം നമ്മൾ നാളെ, അതായത് നെക്സ്റ്റ് ഡേ, ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റിന് പോവും. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷമൊക്കെ ഞാൻ പറയാം. അപ്പം നാളത്തെ നമ്മളുടെ യൂസും കൂടി കഴിഞ്ഞിട്ട് ടൂത്ത് ബ്രഷും ഫേസ് വാഷും ഒക്കെ എടുത്ത് പൗച്ചിൽ വെക്കാമെന്നാണ് പറയുന്നത്. ബാഗ് രാഹുൽ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇതിൽ നമുക്ക് ലാപ്ടോപ്പും ഇതൊക്കെ സെക്യൂറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിന് ലാപ്ടോപ്പ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ലാപ്ടോപ്പ് എടുക്കാത്തതുകൊണ്ട് അതിനകത്ത് നമ്മൾ രാഹുലിൻ്റെ ആ ഷർട്ടിൻ്റെ പൗച്ച് അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ റോയിൽ നമുക്ക് ബാക്കിയുള്ള 2 പൗച്ചും, ഒന്നിങ്ങനെ നീളം കുറവാണല്ലോ, അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ വരുന്ന രീതിയിൽ മറ്റേതും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വേറെ ഇതുണ്ട് ഫ്രണ്ടിൽ, നമുക്ക് വലിയ ഓപ്ഷൻ ഉണ്ട്. വേറെ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു സിബും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാണ് സ്ലിപ്പേഴ്സ് വെക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെറുതെ സ്ലിപ്പേഴ്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു പൗച്ചോ ഒരു കവറോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തും വെക്കാം. പിന്നെ ഇവിടെ ഉണ്ട്, ഇതൊരു റെയിൻ കവർ വെക്കുന്ന ഈ ബാഗിന് തന്നെ ഇവർ റെയിൻ കവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്ന ഏരിയയാണിത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഓക്കെ, ട്രാവൽ പൗച്ച്. കുറേ ഐറ്റംസ് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ലൂസായിട്ട് അതിനകത്തൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇപ്പം നമ്മൾ എല്ലാം ഓർഗനൈസ് ചെയ്തത് കൊണ്ട് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതല്ല. ഓക്കെ, ഇതേ ഇതാണ് രാഹുലിൻ്റെ സ്കെച്ചേഴ്സിൻ്റെ സ്ലിപ്പേഴ്സ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു ഹോൾ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ ഒരു സ്ലിപ്പേഴ്സ് മേടിച്ചു എന്നുള്ളത്. പക്ഷെ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല, കാരണം അത് രാഹുൽ ഓൾറെഡി യൂസ് ചെയ്തു. ഇതിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രാഹുലിൻ്റെ പാക്കിങ് കഴിഞ്ഞോ? ഫുള്ള് കഴിഞ്ഞു. വെയിറ്റ് നോക്കണം.
ഞങ്ങൾ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഓവർ പാക്കിങ് ചെയ്യുന്ന ഒരാളാണ്. അതായത് 2 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ ഞാൻ ഒരു 5 ദിവസത്തെ ഡ്രസ്സെങ്കിലും എടുത്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷേ ഇത്തവണത്തെ ട്രിപ്പിൽ ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ഓപ്ഷനേ ഉള്ളൂ ബാഗേജ്. അതായത് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗ് ഇല്ല, ക്യാബിൻ ബാഗേജ് മാത്രമേ ഉള്ളൂ. ചെക്ക് ഇൻ ബാഗേജ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ക്യാബിൻ ബാഗേജ് വരുമ്പോൾ അതിൽ നമുക്ക് 7 kg ആണ് അതിൽ അലൗഡ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 7 kgsൻ്റെ ഉള്ളിൽ നിർത്തണം. നമ്മുടെ വെയിറ്റ്, ബാഗേജിൻ്റെ വെയിറ്റ് 7 kgsൽ നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് നോക്കലായിരുന്നു അത്. 6.8 ആയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസും വരും. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഇനി വരാനെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി എൻ്റെ ബാഗും കൂടി പാക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കാം, ഏതിലാണോ കുറവ് അതിലോട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ള പ്ലാനാണ്. കഴിഞ്ഞ ദിവസം അപ്പോൾ ഞങ്ങൾ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് സ്റ്റീം പ്രസ് ചെയ്യാനുള്ള ടീഷർട്ട്സൊക്കെ സ്റ്റീം പ്രസ്സും ചെയ്ത് എല്ലാം മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇങ്ങനത്തെ ട്രാവൽ പൗച്ചസിൽ എടുത്ത് വയ്ക്കുക, നമ്മുടെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ട്രാവൽ പൗച്ചസ് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അവിടെ ചെന്നാലും നമ്മൾ ട്രിപ്പ് പോയിട്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1-2 ഹോട്ടലിലൊക്കെ മാറി സ്റ്റേ ചെയ്യുമല്ലോ. അങ്ങനത്തെ സമയത്ത് നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഇതിലോട്ട് എടുത്ത് വെച്ച് ഇന്നത്തോടെ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാളെ രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ അയൺ ചെയ്തിങ്ങനെ വെച്ചത് കാരണം സിമ്പിളാണ്. എടുത്തിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് നമുക്ക് സ്ട്രാപ്പ് ഇട്ടാൽ മതി. ഓക്കെ, സ്ട്രാപ്പ് ഇട്ടു. ഇനി ഈ ചെറിയ പൗച്ചിൽ ഇത് വെക്കാൻ പറ്റുമോ നോക്കാം. ഇതൊന്നും അയൺ ചെയ്താണ്. ഇതിങ്ങനെ വാങ്ങി നല്ല രീതിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല. പിന്നെ ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണല്ലോ. ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ, അതായത് ഞാൻ ഈ ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാം പുതിയ ഡ്രസ്സുകളാണ് ഇപ്പം ഞാൻ പാക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണണം. ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്, ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് അതിൽ വെക്കാം, ഇത് രണ്ടും ഇതിൽ വെക്കാം. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വെക്കാം. പിന്നെ എൻ്റെ കുറച്ച് പാൻസും കാര്യങ്ങളുണ്ട്. ഇത് ലാസ്റ്റ് വയ്ക്കാം. ഇച്ചിരിയൊക്കെ ചുളിഞ്ഞാലും കുഴപ്പമില്ലല്ലേ. പാൻസിൻ്റെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഇതിങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു തരം പാൻസാണ്. ഇതുണ്ട് അല്ലേ, ഒരെണ്ണം കൂടി ഉണ്ട് ആക്ച്വലി. ഇതുകൊണ്ട് വെച്ച് നോക്കാം അല്ലേ. സ്ട്രാപ്പ് ഇടുമ്പം കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുമായിരിക്കും. ഇവിടെ ഇനി എനിക്ക് എൻ്റെ ടോയ്ലറ്ററീസും പിന്നെ ആക്സസറീസുള്ള ഒരു ഇതും കൂടി എടുത്ത് വെച്ചാൽ മതി. അതൊരു കുഞ്ഞു പൗച്ചിൽ ഓൾറെഡി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനി ജസ്റ്റ് ആ പൗച്ചിലോട്ടാക്കി പാക്കിങ് ചെയ്താൽ മതി. കാരണം വെയിറ്റ് നോക്കണം, 7 kg കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ വെയിറ്റൊക്കെ നോക്കി കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. ഞങ്ങൾക്ക് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലോട്ടെല്ലാം നമുക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനില്ല. ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നതിന് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഷോപ്പിംഗ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതായി പിന്നെ എനിക്കൊരു കുഞ്ഞു ബാഗും കൂടെ ഉണ്ട്. എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞു ബാഗും കൂടെ ഉണ്ട്. അങ്ങനെ 4 പൗച്ചസാണ് എനിക്കുള്ളത്. ഇനി ഒരു മേക്കപ്പിൻ്റെയും ടോയ്ലറ്ററിയുടെയും ഒരു കുഞ്ഞി പൗച്ചും കൂടെ വരും. ഇത്രയും സാധനങ്ങളും കൂടി ഇടാനുള്ള ഒരു കുഞ്ഞി പൗച്ചും കൂടെ വരും. അപ്പോൾ എൻ്റെതും ഇത്രയും കഴിഞ്ഞു. ഇനി ബാഗിലോട്ടാക്കണം.
ഇതാക്കണമല്ലോ. അയ്യോ, എൻ്റെ സ്ലിപ്പേഴ്സും ഉണ്ട്. ഇതിനകത്തിപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, നിൽക്കുമോ ഇതെല്ലാം കൂടി കൊള്ളുമോ എന്നുള്ളത്. മറ്റേത് സ്യൂട്ട് കേസിനകത്താവുമ്പോൾ നമുക്ക് വേറെ ടെൻഷനും കൺഫ്യൂഷൻസും ഒന്നുമില്ല. ജസ്റ്റ് ഇതങ്ങനെ അടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതായി. ഇതൊരു പൗച്ച്. ഈ ഒരു പൗച്ച് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലേ? അപ്പം എന്ത് ചെയ്യും? ഇതിങ്ങനെ വെക്കാൻ പറ്റില്ലല്ലേ? ഇങ്ങനെ ഇപ്പം സെറ്റ്. ഇതാണോ വലുത്? ഇതാണോ വലുത്? അല്ല, എന്നാലും ഞാൻ ആ ബാഗ് എവിടെ കൊണ്ടുപോയി വെക്കും? ഇതിനകത്തോട്ട് വെക്കാം. ഓക്കെ, ഇതിനകത്ത് 2 പൗച്ച് വെച്ചു. ഇതിനകത്ത് ഇനി ഇതുണ്ട്, ആ മേക്കപ്പിൻ്റെ പൗച്ചും കൂടി എടുത്തിട്ട് ഇതിനകത്തും വെക്കാം. അപ്പോൾ അതുമായി. പക്ഷേ ഫ്രണ്ടിലത്തെ റോയിൽ അതിരിക്കുമോ? ഇതിനകത്ത് ഇനി ഇരിക്കും. ഓക്കെ, സെറ്റ്. ഓ, നല്ല വെയിറ്റായി. അമ്മ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 7 kg എബോവ് വരുമെന്നാണ് തോന്നുന്നത് എനിക്ക്. നോക്കട്ടെ, നമുക്ക് പോയി വെയിറ്റ് നോക്കാം. അയ്യോ, കറക്റ്റ് 7 എന്നാണ് കാണിക്കണേ. 7. അയ്യോ. ഇനി പാക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ആക്സസറീസാണ്. ലാപ്ടോപ്പും അതിൻ്റെ കാര്യങ്ങളും, മൈക്ക്, ഗിംബൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഫോണിൻ്റെ ചാർജർ, ഇതൊക്കെ. പക്ഷേ ഇതിൽ ലാപ്ടോപ്പൊന്നും ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. കൊച്ചിയിൽ പോയിട്ട് ഞങ്ങൾ രാഹുലിൻ്റെ വീട്ടിൽ തൃശ്ശൂരാണ് നിൽക്കുന്നത് 2 ദിവസം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോവുകയാണ്, കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് പോകാനാണ് പ്ലാൻ. ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ട്രാവൽ പൗച്ച് വാങ്ങിയ കാര്യം. നമ്മളുടെ ആക്സസറീസൊക്കെ, ചാർജേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ചെക്ക് ഇൻ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഇൻ വരുമല്ലോ, എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് ഇൻ വരുന്ന സമയത്തും നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കണ്ട. ഒരു ട്രേ എടുത്തിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത്, ആ ബാഗ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ആ ട്രെയിനകത്ത് ഇങ്ങനെ വെച്ചാൽ മതി. മൗസ് വയ്ക്കുന്നില്ല, ബാഗ് വയ്ക്കാണ്. എൻ്റെ ഇച്ചിരി വലിയ ലാപ്ടോപ്പ് ഇത്തവണ കിട്ടിയ. ചാർജറും ബാക്കിൽ തന്നെ വെച്ചോ. നിന്റെ മറ്റേ പേഴ്സ് അതിലാണ് നമ്മുടെ പാസ്പോർട്ട് ഉള്ളത്. അത് മറക്കാൻ പാടില്ല. നാളെ പോകാനെല്ലാം സെറ്റാക്കി വെച്ചു. 3 ബാഗുണ്ട്, ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം അടച്ചു വെച്ചു. ഇനി ലാസ്റ്റ് കാര്യമായിട്ട്
ഗോൾഡൊക്കെ മാറ്റണം. അപ്പം നമ്മൾ ഡെയിലി യൂസായിട്ട് കുറച്ച് ഗോൾഡൊക്കെ ഇടുമല്ലോ, ബ്രേസ്ലെറ്റും മാലയും അങ്ങനെയൊക്കെ പാദസരമൊക്കെ. അപ്പം ഞാൻ ഈ പാദസരം ഊരി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ റിസ്ക് ആണല്ലോ. അങ്ങനെ ലാസ്റ്റായിട്ട് പാദസരം ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫുള്ള് ടയേർഡായി. പാക്കിങ്ങും ഇതും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും ഒക്കെ വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ തന്നെ ഫുള്ള് ടയേർഡായി. അപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീക്കണം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ പോകാനാണ് പ്ലാൻ. 8:30ക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ചെക്ക്-ഇൻ ബാഗ് ഉണ്ട്. ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ ചെക്ക്-ഇൻ ബാഗ് ഉണ്ട്. അതുകൊണ്ട് ചെക്ക്-ഇൻ ക്ലോസ് ആകുന്നതിന് മുന്നേ നമുക്ക് എയർപോർട്ടിലെത്തണമല്ലോ. അങ്ങനെ ഒരു 6:30ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 7 മണിയൊക്കെ കഴിയുമ്പോൾ എത്തും. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ടാഗ് വെച്ചില്ലല്ലോ ബാഗിൽ. ടാഗ് വയ്ക്കണ്ടേ? എന്നാൽ ടാഗ് ഇടാം നമുക്ക്. ഇത് ഞങ്ങളന്ന് മിനിസോ പോലത്തെ എന്താ ടൈനീസോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. എനിക്കിതിൻ്റെ ഒരു ബ്ലൂ കളറിലുള്ളതുണ്ട്. രാഹുലിൻ്റെ ഇവിടെ കാണിച്ച നോട്ട് യുവർ ബാഗ്. പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതണം. അതെ, അതിലിട്ടോ. പെട്ടെന്നൊന്നും ഇളകിപ്പോവില്ലല്ലോ. അപ്പോൾ ഓൾ സെറ്റ്. തിരിഞ്ഞ് ഇല്ല. ഓക്കെ, ഓൾ സെറ്റ്. തിരിഞ്ഞോ? സെറ്റ്. അപ്പോൾ ഉറങ്ങാം. നാളെ രാവിലെ എണീക്കണം. അപ്പോൾ നാളെ രാവിലെ എയർപോർട്ടിലൊക്കെ പോകുന്ന വീഡിയോ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. ഓക്കെ, അത് എടുത്ത് വെക്കാം. ശരി, ബൈ. ഞങ്ങൾ ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട് പോകാൻ എല്ലാം സെറ്റാക്കി, ബാഗൊക്കെ റെഡിയാക്കി. ഞാൻ ഷൂ ഇട്ട് സെറ്റാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ പാക്കിംഗ് വീഡിയോ. പുതിയ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.